ക്രിസ്മസ് കാലം ആഗതമായിരിക്കുന്നു. ക്രിസ്മസ് ഒരുക്കങ്ങളിൽ പ്രധാനമായ ഒന്നാണ് മനോഹരമായി ഒരുക്കിയ ക്രിസ്മസ് ട്രീകൾ. കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ, വർണ്ണക്കടലാസുകൾ, LED ലൈറ്റുകൾ, അങ്ങനെ ക്രിസ്മസ് ട്രീ മനോഹരമാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ അതിമനോഹരങ്ങളായ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകളും സുലഭമാണ്. ഇത്രയൊക്കെ ജനപ്രിയമായ ക്രിസ്മസ് ട്രീയുടെ തുടക്കത്തെക്കുറിച്ചും ചിലതുണ്ട് അറിയാൻ. മഞ്ഞുകാലത്താണല്ലോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ശീതകാല രോഗങ്ങൾ കൊണ്ട് ആളുകൾ ഒത്തിരി വിഷമിച്ചിരുന്ന കാലത്ത് പിശാചും ദുരാത്മാവും ഒക്കെയാണ് രോഗമുണ്ടാക്കിയിരുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എപ്പോഴും പച്ചയായി നിൽക്കുന്ന മരക്കൊമ്പുകൾ കൊണ്ട് വീടിനകം അലങ്കരിച്ചാൽ ശീതകാലത്തുള്ള ദുരിതങ്ങളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും രക്ഷ നേടാമെന്നും ഭാഗ്യവും സന്തോഷവും ഒക്കെ കൈവരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന മാർട്ടിൻ ലൂഥർ രാത്രി നടന്നു നീങ്ങവേ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുകയും ആ സമയം യേശുക്രിസ്തുവിന്റെ ജനനവും 3 രാജാക്കന്മാരുടെ വരവും ഒക്കെ മനസ്സിൽ തെളിഞ്ഞു വരികയും ഒക്കെ ചെയ്തു. മിഷണറി ആയിരുന്ന മാർട്ടിൻ ലൂഥർ വീട്ടിൽ എത്തിയ ഉടനെ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ട്രീയിൽ മെഴുകുതിരികൾ കത്തിച്ചു വെക്കുകയും അത് ക്രിസ്തുവിന്റെ ട്രീ ആണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന വീടുകളിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതാണത്രേ ക്രിസ്മസ് ട്രീയുടെ തുടക്കം. പ്രബലമായ മറ്റൊരു ഐതിഹ്യവും ഉണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ഒരു ഓക്കുമരച്ചുവട്ടിൽ കൊച്ചുകുട്ടികളെയും മൃഗങ്ങളെയും ബലി കൊടുത്ത് തോർ ദേവനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നത്രേ. അന്ന് ജർമ്മൻ പാതിരിയായിരുന്ന വിൻഫ്രണ്ട് ഒരു കോടാലി കൊണ്ട് ഈ ഓക്കുമരം ഒറ്റവെട്ടിന് മുറിച്ചു താഴെയിടുകയും അപ്പോൾ തന്നെ ആ ഓക്കുമരച്ചുവട്ടിൽ നിന്ന് ത്രികോണാകൃതിയിൽ ഒരു സരളവൃക്ഷം മുളച്ച് ഉയർന്നു വരികയും മുകളിലുള്ള അഗ്രം സ്വർഗത്തോളം വളരുകയും ചെയ്തു. ഇത് വിശുദ്ധ മരമാണെന്നും 3 കോണുകൾ യഥാക്രമം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും വിൻഫ്രണ്ട് പഠിപ്പിച്ചു. അന്നു മുതൽ ക്രിസ്തുവിന്റെ അടയാളമായി ഈ ത്രികോണാകൃതിയിലുള്ള ട്രീകൾ ഉപയോഗിച്ചു വരുന്നു. ഈ ഐതിഹ്യത്തിലെ വിൻഫ്രണ്ടാണ് പിന്നീട് വിശുദ്ധ ബോണിഫസ് ആയി തീർന്നതത്രേ. കഥകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയയും പ്രിൻസ് ആൽബർട്ടും കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ട്രീയുടെ ചുറ്റും നിൽക്കുന്നതായി ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസിൽ ഒരു ചിത്രം അച്ചടിച്ചു വന്നു. ഈ ചിത്രം ഏറെ ശ്രദ്ധ നേടുകയും US-ലും മറ്റ് രാജ്യങ്ങളിലും അത് പ്രചരിക്കുകയും ചെയ്തു. അതോടെ ക്രിസ്മസ് ട്രീക്കും എല്ലാ രാജ്യങ്ങളിലും ഏറെ പ്രചാരം ലഭിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ക്രിസ്മസ് ട്രീയിലെ ഇലക്ട്രിക് ലൈറ്റിന് അമേരിക്ക പേറ്റന്റ് നേടുകയും അതുവരെ ട്രീയിൽ ഉണ്ടായിരുന്ന മെഴുകുതിരികളുടെ സ്ഥാനത്ത് ഇലക്ട്രിക് ലൈറ്റുകൾ സ്ഥാനം പിടിക്കുകയും ചെയ്തു. അതോടെ വീടുകളിൽ കൂടാതെ പൊതുവിടങ്ങളിലും മനോഹരമായി ക്രിസ്മസ് ട്രീകൾ വരാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ കാട്ടിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന പൈൻ, ഫിർ മരങ്ങളാണ് ക്രിസ്മസ് ട്രീകളായി ഉപയോഗിച്ചിരുന്നത്. ക്രിസ്മസ് ദിനത്തിന് 4 ആഴ്ചകൾ മുമ്പാണ് ക്രിസ്മസ് ട്രീകൾ സ്ഥാപിച്ചിരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ജർമ്മനിയിലെ ഡോൺമൺ ക്രിസ്മസ് മാർക്കറ്റിലാണ് ഉള്ളത്. 45 മീറ്റർ ഉയരവും 4800 ലൈറ്റുകളും 20 ഭീമൻ മെഴുകുതിരികളുമാണ് ഇതിലുള്ളത്. ഇറ്റലിയിലെ മൗണ്ട് ഇൻജീനിയോയിൽ ഒരു ഇല്യൂമിനേഷൻ ട്രീ ഉണ്ടായിരുന്നു. 750 മീറ്റർ ഉയരമുണ്ട്. 1,30,000 സ്ക്വയർ മീറ്ററിലാണ് ഇത് നിലകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീക്ക്, ഇല്യൂമിനേഷൻ ട്രീക്കുള്ള ഗിന്നസ് റെക്കോർഡും ഇതിനാണ്. ആർട്ടിഫിഷ്യൽ ക്രിസ്മസ് ട്രീകൾ വലുതും ചെറുതുമായി ഇന്ന് സുലഭമാണ്. അനിമേറ്റഡ് ട്രീകൾ കൂടാതെ ലേസർ ലൈറ്റ് ട്രീകളും വന്നു കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ വരാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നിർമ്മിക്കുന്ന മറ്റെന്തെങ്കിലും തരം ട്രീകളായിരിക്കും. Christmas tree, oh Christmas tree, the leaves are so